പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7ൻ്റെ ചാപ്റ്റർ 8ലെ പേജ് നമ്പർ 196ലെ ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ്. ഈ തന്നിരിക്കുന്നതിൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷൻ്റെ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3/7/9. അപ്പോൾ 3 എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പറാണ്. 7/9 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷനാണ്. ഇത് തമ്മിലുള്ള ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? 3/7/9 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ നമ്മൾ അതേപോലെ എഴുതും. സെക്കൻഡ് നമ്പറിൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 9/7 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 9/7 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 3 27/7. 27/7. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതെന്താണ്, ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇതിനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനാക്കി എഴുതണം. അതിനുവേണ്ടി 27/7 എന്ത് വരും? 3. 7 3s are 21. 7 minus 1 is 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3. നമുക്ക് കിട്ടിയ റിമൈൻഡർ നമ്മൾ ന്യൂമറേറ്ററായിട്ട് എഴുതുന്നു. ഡിവൈസർ നമ്മൾ 7 ആണല്ലേ, അത് നമ്മൾ ഇവിടെ എഴുതുന്നു. അപ്പോൾ 36/7 എന്ന് നമുക്ക് ആൻസർ കിട്ടി. 36/7. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ 14/4 /2. ഇവിടെ ഒരു ഫ്രാക്ഷനും ഒരു ഹോൾ നമ്പറും തമ്മിലുള്ള ഡിവിഷനാണ്. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ, അതായത് ഫസ്റ്റ് നമ്പർ നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. അതായത് 14/4 അതേപോലെ എഴുതുന്നു. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. 2 റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/2. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2/2 ഈസ് 1. 14/2 ഈസ് 7. എന്ത് വന്നു? 7/4. ഇവിടെയും എന്താണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അപ്പോൾ നമുക്ക് മിക്സ്ഡ് ആക്കി എഴുതണം. അപ്പോൾ എന്ത് വരും? 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7നകത്ത് 4 ഒരു പ്രാവശ്യമേ വരത്തുള്ളൂ അല്ലേ. അപ്പോൾ 1 ഇൻറ്റു 4 4. ആ 4നെ 7ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ റിമൈൻഡർ ഈസ് 3/4. അപ്പോൾ 1 3/4 എന്ന് കിട്ടി. ഇനി അടുത്തത് 2/2 /2/3. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ഫ്രാക്ഷൻ അതേപോലെ എഴുതുന്നു. അപ്പോൾ 2/3 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. 2/3യുടെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 3/2. ഇവിടെ നമുക്ക് 2ഉം 2ഉം ക്യാൻസലായി പോയിട്ട് ഇവിടെ 1 ആവും. 3ഉം 3ഉം ക്യാൻസലായിട്ട് 1 ആവും. ആൻസർ ഈസ് 1. അടുത്തത് 14/6 /7/3. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 14/6നെ നമ്മൾ അതേപോലെ എഴുതുന്നു. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. 7/3യുടെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 3/7. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. 3ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 ആകും. ഇവിടെ 3 2s are 6. ഇവിടെ 7ഉം 14ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 ആകും. 7 2s are 14. ഈ 2ഉം 2ഉം കൂടെ വീണ്ടും ക്യാൻസൽ ചെയ്യാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ളത് മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എന്ത് വന്നു? എല്ലായിടത്തും 1 മാത്രമേ ബാക്കിയുള്ളൂ. സോ ആൻസർ ഈസ് 1. ഇനി അടുത്തത് 4/3 /3/4. ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? 4/3 അതേപോലെ എഴുതുന്നു. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. 3/4ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 4/3. എന്ത് വന്നു? 4 4s are 16/9. ഇവിടെയും ഇംപ്രോപ്പർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്തിട്ട് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ എന്ത് കിട്ടും? 16നകത്ത് 9 1 ടൈമേ വരത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഹോൾ നമ്പറായിട്ട് എഴുതുന്നു. 16 - 9 ഈസ് 7. റിമൈൻഡർ 7 കിട്ടും. ആ 7 നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതും. ഡിവൈസറായ 9 നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതും. അപ്പോൾ 1 7/9. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് നിങ്ങൾക്ക് മൈൻഡിൽ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഈ ചെയ്ത് കാണിച്ച പോലെ 16/9 ചെയ്ത് നോക്കിയിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 17/9 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 7/4 /1/7. അപ്പോൾ ഫസ്റ്റ് 1 നമ്മൾ അതേപോലെ എഴുതുന്നു. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവുന്നു. 1/7ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 7/1. അപ്പോൾ 7 7s are 49/4 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ എന്താക്കണം? മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണം. 49/4 എന്ത് വരും? അപ്പോൾ ഡിവിഷൻ ചെയ്ത് നോക്കാം. 49/4 1 4 0 9 4 2s are 8 1. അപ്പോൾ എന്ത് വന്നു? 12 1/4. ഇവിടെ 12 1/4.
അടുത്തത് 8 ഡിവൈഡഡ് ബൈ 2 8/2 ഡിവൈഡഡ് ബൈ 4/15. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ 8/2 അതേപോലെ എഴുതുന്നു, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. 4/15ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 15/4. ഇവിടെ നമുക്ക് ഈ 4ഉം ഈ 8ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 1 ആവും. 4 2s are 8. ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? 15. അപ്പോൾ ഇവിടെ 15. അടുത്തത് 1/5 ഡിവൈഡഡ് ബൈ 1/9. ഇതിനെ എങ്ങനെ എഴുതാം? 1/5 നമ്മൾ അതേപോലെ എഴുതുന്നു, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. 1/9ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 9/1. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 9 9, 5 × 1 5 എന്ന് കിട്ടും അല്ലേ? ഇത് ഇംപ്രോപ്പറാണ്. അപ്പം ഡിവിഷൻ ചെയ്യുന്നു. ഡിവിഷൻ ചെയ്യുമ്പോൾ 9-നകത്ത് 5 1 ടൈം, 9 - 5 ഈസ് 4. അപ്പോൾ 1 4/5 എന്ന് കിട്ടും. ഇത് നമുക്ക് 1 4/5. അടുത്തത് 1/6 ഡിവൈഡഡ് ബൈ 11/12. അതിനെ എങ്ങനെ എഴുതാം? 1/6 അതേപോലെ എഴുതുന്നു, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. 11/12ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 12/11. ഇവിടെ നമുക്ക് ഇതും കൂടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 വരും, 6 2s are 12. അപ്പോൾ നമുക്ക് 2/11 എന്ന് കിട്ടി. ഇത് 2/11. ഇനി അടുത്ത ലാസ്റ്റ് വൺ 2/3 ഡിവൈഡഡ് ബൈ 1 3/8. ഇവിടെ രണ്ടും മിക്സ്ഡ് ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ ആദ്യം നമ്മളിതിനെ എന്താക്കണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. 3 2/3. ഇതെങ്ങനെയാവും? 3 3s are 9. 9 + 2 11. 11/3. അടുത്ത 1 3/8 എന്താവും? 1 × 8 8. 8 + 3 11. 11/8. അപ്പോൾ ഇവിടെ എങ്ങനെയായി? 11/3 ഡിവൈഡഡ് ബൈ 11/8 എന്നായി. അതായത് 3 2/3യുടെ പ്ലേസിൽ 11/3 ആയി. 1 3/8ൻ്റെ പ്ലേസിൽ 11/8 ആയി. ഇതിനെ എങ്ങനെ ചെയ്യാം? 11/3 അതേപോലെ എഴുതുന്നു, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. ഇതിൻ്റെ റെസിപ്രോക്കൽ 8/11. 11 ക്യാൻസൽ ആകുന്നു. 8/3 കിട്ടും ബാക്കി. 8/3 ഇംപ്രോപ്പറാണ്. അതിനെ മിക്സ്ഡ് ആക്കുമ്പോൾ 8-നകത്ത് 3 2 ടൈംസ് വരും അല്ലേ? 3 2s are 6. 8ൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്താൽ റിമൈൻഡർ ഈസ് 2. 3 നമ്മൾ അതേപോലെ എഴുതുന്നു. 2 2/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ച പോർഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. For each of the questions below, choose the expression that describe the situation, then simplify it. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇതിനകത്തുനിന്ന് നമ്മൾ എക്സ്പ്രഷൻ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഈ സൊല്യൂഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന എക്സ്പ്രഷൻ ഇതിനകത്തുനിന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. Maria bought 8 meters of lace to decorate the bags she made for school. She used 1/4 meter for each bag and finished the lace. How many bags did she decorate? അപ്പോൾ സ്കൂളിന് വേണ്ടി ബാഗ് ഉണ്ടാക്കാനായിട്ട് അവളുടെ കയ്യിൽ 8 മീറ്റർ ലേസാണ് അവൾ വാങ്ങിയത്. ഓരോ ബാഗിനും അവൾ 1/4 മീറ്റർ വെച്ചിട്ട് യൂസ് ചെയ്തു. അങ്ങനെ ഓരോ ബാഗിനും 1/4 മീറ്റർ വെച്ച് യൂസ് ചെയ്ത് അവളുടെ കയ്യിലിരുന്ന ലേസ് ഫിനിഷായി. ഒട്ടും ബാക്കി വരാതെ മൊത്തം ഫിനിഷായി. അപ്പോൾ അവൾ ഈ 8 മീറ്റർ ലേസ് കൊണ്ട് എത്ര ബാഗ് ഉണ്ടാക്കി എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് 8ഉം 1/4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണോ ഡിവിഷൻ ചെയ്യുകയാണോ എന്താണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അവളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 8 മീറ്റർ ലേസാണ്. ഓരോ ബാഗിനും 1/4 മീറ്റർ വെച്ച് അവൾ യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ബാഗ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 8 മീറ്ററിനകത്ത് നിന്ന് എത്ര ബാഗ് ഉണ്ടാക്കി എന്നുള്ളത് കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ലേസിനെ ഒരു ബാഗിന് യൂസ് ചെയ്ത ലേസിൻ്റെ അളവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ബാഗ്സ് കിട്ടും. അപ്പോൾ എന്ത് വരും? 8 ആണ് ടോട്ടൽ ലേസ് അല്ലേ? അതിനെ നമ്മൾ ഒരു ബാഗിന് യൂസ് ചെയ്ത ലേസ് എത്രയാണ്? 1/4. അപ്പോൾ എന്താണ് നമ്മുടെ എക്സ്പ്രഷൻ? 8 ഡിവൈഡഡ് ബൈ 1/4. ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് നമ്മൾ അതേപോലെ എഴുതുന്നു.
ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനായി 1/4ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 4/1. എന്ത് വരും? 8 4s are 32. സോ ആൻസർ ഈസ് 32. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 32 എന്ന് കിട്ടി. അടുത്ത ഹാഫ് മീറ്റർ ഓഫ് റിബൺ ഈസ് യൂസ് ടു മേക്ക് 8 ബാഡ്ജസ്. 8 ബാഡ്ജുകൾ ഉണ്ടാക്കാൻ ഹാഫ് മീറ്റർ റിബൺ ആണ് ഉപയോഗിച്ചത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി റിബൺ യൂസ്ഡ് ഫോർ ഈച്ച് ബാഡ്ജ്? ഓരോ ബാഡ്ജിനും യൂസ് ചെയ്ത റിബണിൻ്റെ ലെങ്ത് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ നമ്മളിവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ മൊത്തം 8 ബാഡ്ജസ് ആണ്. 8 ബാഡ്ജസിനും കൂടെ ഹാഫ് മീറ്റർ റിബൺ യൂസ് ചെയ്തു അല്ലേ? 8 ബാഡ്ജുകൾ ഉണ്ടാക്കാൻ ഹാഫ് മീറ്റർ റിബൺ യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ബാഡ്ജിന് എത്ര റിബൺ യൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. 8 ബാഡ്ജസിന് എത്രയാണ്? ഹാഫ് മീറ്റർ റിബണാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഓരോ ബാഡ്ജിനും യൂസ് ചെയ്ത് റിബൺ കണ്ടുപിടിക്കണം. അപ്പോൾ 1 ബാഡ്ജിന് എത്ര റിബൺ ആയിരിക്കും? ഈ ഹാഫിനെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു ബാഡ്ജിന് യൂസ് ചെയ്ത റിബൺ എത്രയാണ് എന്ന് കിട്ടും. അപ്പോൾ എന്ത് വരും? 1/2 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ അതേപോലെ എഴുതുന്നു. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. 8ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/8. അപ്പോൾ നമുക്ക് 1/16 എന്ന് ആൻസർ കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1/16 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ബേക്കർ നീഡ്സ് 1/6 കിലോഗ്രാം ഓഫ് ഫ്ലോർ ടു മേക്ക് 1 ലോഫ് ഓഫ് ബ്രെഡ്. അപ്പോൾ ഒരു ബേക്കറിന് 1 ലോഫ് ഓഫ് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി 1/6 കിലോഗ്രാം ഫ്ലോർ ആണ് ആവശ്യമായിട്ടുള്ളത്. ഹി ഹാസ് 5 കിലോഗ്രാം ഓഫ് ഫ്ലോർ. അവൻ്റെ കയ്യിൽ 5 കിലോ ഫ്ലോർ ഉണ്ട്. ഹൗ മെനി ലോസ് ഓഫ് ബ്രെഡ് ക്യാൻ ഹി മേക്ക്? ഈ 5 കിലോയിൽ നിന്ന് എത്ര ലോസ് ഓഫ് ബ്രെഡ് അവൻ ഉണ്ടാക്കാനായിട്ട് കഴിയും? അപ്പം 1 ലോഫ് ഓഫ് ബ്രെഡ് ഉണ്ടാക്കണമെങ്കിൽ 1/6 കിലോഗ്രാം ഫ്ലോർ വേണം. അവൻ്റെ കയ്യിൽ മൊത്തം 5 കിലോഗ്രാം ഫ്ലോർ ആണുള്ളത്. അപ്പോൾ ഈ 5 കിലോഗ്രാമിൽ നിന്ന് എത്ര ലോസ് ഓഫ് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് കഴിയും? എന്ത് ചെയ്താൽ മതി? ഈ 5 കിലോഗ്രാമിനെ 1/6 കിലോഗ്രാം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എത്ര ലോസ് ഓഫ് ബ്രെഡ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 1/6 ഏതാ വരുന്നത്? ഓപ്ഷൻ 3. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 5 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. 1/6ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 6/1. 5 6 are 30. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് ആൻസർ കിട്ടും.